ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്തെ വൈജയന്തി മുത്തശ്ശിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അലീനയ്ക്ക് ബാലേന്ദ്രൻ ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുത്തത് വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം മുത്തശ്ശി ഇത് കേട്ട് സഹി കെട്ടിട്ട് പറയുന്നുണ്ട്, നീ വലിയ സദാചാരമൊക്കെ പറയുന്നുണ്ടല്ലോ, നീ ആരായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പം വൈജയന്തി ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കുന്നുണ്ട്, ഫേസിലെ എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് മാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആഗ്രയിൽ പോയി കാട്ടിക്കൂട്ടിയതൊക്കെ എന്തൊക്കെയായിരുന്നു. ഞാനും കുഞ്ഞിരാമേട്ടനും രാവുണ്ണിയേട്ടനും ഗംഗാധരനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരെ പറയുന്ന കേട്ട് നടന്ന നല്ലൊരു കൊച്ചായിരുന്നോ നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് ശരിക്കും ദേഷ്യം വന്ന് വൈജ പറയുന്നുണ്ട്, ഒന്ന് മതിയാക്കുക ഒരു ആഗ്രഹചരിത്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. വൈജയന്തിയുടെ ഈ സ്വഭാവം വെച്ച് വൈജയന്തിക്ക് ഇതൊക്കെ കിട്ടേണ്ടതാണ്. മുത്തശ്ശി നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് വൈജയനെ. അപ്പോൾ നമ്മുടെ വൈജ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആഗ്രയിലെ ചരിത്രം എന്തെങ്കിലും അമ്മ ആലീനയോട് ചോദിച്ചായിരുന്നു ആഗ്രയിലെ ചരിത്രത്തെ പറ്റിയെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു, അവൾക്കൊന്നും അറിയില്ല. അപ്പോൾ വൈജയ്ക്ക് അവൾക്കൊന്നും അറിയില്ല, അതൊരു ആകാംക്ഷയാവും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് എന്തായാലും മനസ്സിലായി ആഗ്രയെന്ന് പറഞ്ഞപ്പോൾ നീ വരണ്ടു എന്ന്, നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി അവൾ എടുത്തിട്ടത്, അവൾക്കൊരു പരിചയമില്ല, ആഗ്രയിൽ ആരും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഇതും വിചാരിച്ച് ആ പെണ്ണിനോട് പോയി വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും വലുതിപ്പോൾ അലീനയാണല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീട്ടിലെല്ലാവർക്കും അറിയാം നീയാണ് പ്രശ്നക്കാരി, നീയാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജ ഞാനോന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല ഞാനാണ് എല്ലാത്തിനും പ്രശ്നക്കാരി, നിന്നെ ഈ ലോകത്തേക്ക് പ്രസവിച്ചിട്ടത് ഞാനല്ലേ, ഞാൻ പ്രസവിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായപ്പോഴെന്ന് പറയുവാണ്. അപ്പോൾ വൈജയ്ക്ക് അതൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ ശരിക്കും നന്നായിട്ട്. പിന്നെ അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ ബബിതമോളും കൃഷ്ണജയും കൂടെ പഠിക്കുകയാണ് സോഫയിലിരുന്ന്. അപ്പോൾ ബബിത ഇടയ്ക്ക് ഫോൺ നോക്കുമ്പോൾ കൃഷ്ണമോൾ ഫോൺ ഇങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ്. ഇന്ന് കുറച്ച് നേരത്തെയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ നേരത്തെ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങളൊക്കെ വീട്ടിൽ എന്തെടുക്കുവാന്ന് അറിയണമല്ലോ, അതുകൊണ്ട് വന്നതാന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, സ്പൈ വർക്കാണോ വെച്ചാന്ന് ചോദിക്കുവാണ്. അപ്പോൾ കൃഷ്ണമോളല്ല ബബിതമോളാണ് ചോദിക്കുന്നത്, സ്പൈ വർക്കാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതേന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അല്ല വേറെ എന്തോ കാര്യമുണ്ടെന്ന് ഇങ്ങനെ പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീന എന്ത് ചെയ്യും ചോദിക്കുമ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, അടുക്കളയിലുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അടുക്കളയിൽ വെച്ച് വൈജയും അലീനയും തമ്മിൽ വഴക്കായിരുന്ന കാര്യവും എപ്പോഴും ഇവിടെ ഇങ്ങനെ ഈ സമയത്ത് വഴക്കാന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോൾ ബാലേന്ദ്രൻ അലീന എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്ന് അലീനയും വൈജയും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. വന്ന പാടെ വൈജ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് അലീനയും കൂട്ടി പുറത്തു പോയോ അങ്ങനെ ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ ആ ക്വസ്റ്റ്യൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെന്താ വൈജ നീ അങ്ങനെ ചോദിച്ചത്, അതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശം ഉണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ ബാലേന്ദ്രൻ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ വൈജ ഞാൻ ചോദിച്ചില്ല എന്താ മറുപടി പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഇവളെയും കൊണ്ട് പുറത്ത് പോയെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, ഇവൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാനാണ് ഞാൻ കൊണ്ടുപോയെന്നും നിനക്കറിയാമെന്ന് എനിക്കറിയാമെന്ന് പറയും, പിന്നെ നീ ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വൈജ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുക്കണേ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവളുടെ കയ്യിൽ പൈസ നിൽക്കില്ല, ഇവൾ വരുന്നവർക്കും പോകുന്നവർക്കും പൈസ ഇങ്ങനെ കൊടുക്കുന്നു പറയുന്നു. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അവൾ അങ്ങനെ കൊടുക്കട്ടെ, അവളുടെ പൈസ ഇല്ലേ നമുക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള ഒരു സെർവൻറ്റിനെ നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രനെ ഒരു അഭിമാനശത കേൾക്കുന്ന പോലെയാണ് വൈജയുടെ ക്വസ്റ്റ്യൻസ്. അലീന ഇതൊക്കെ കേട്ടിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ് കേട്ടോ. വൈജ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്നോ നാളെയോ പറഞ്ഞു വിടാനുള്ള ഇവൾക്ക് എന്തിനാണ് പാലയിൽ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ ഇവളെ ആൾക്കാർ ക്യൂ നിൽക്കുവാണ് ഇവൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇവൾക്ക് ജോലി കൊടുക്കുന്നതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്നേ. അപ്പോൾ അവൾ ഈ പാല വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലേന്ന് ഇപ്പോൾ വൈജി ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് പറയേണ്ടത് ഇവളല്ലേ, അത് ആലോചിക്കേണ്ടത് അലീനയല്ലേ എന്നിങ്ങനെ പറയാണ്. ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ കാറി കൊണ്ടുപോകാൻ വേണ്ടി മനു ബാലേന്ദ്രനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ വൈജ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ അതിനൊന്നും മറുപടി കൊടുക്കാതെ നേരെ ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുത്ത് അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതാണ് ബാങ്കിൻ്റെ പാസ്ബുക്ക് എന്ന് പറഞ്ഞേ. ചെക്കും ATM കാർഡും പോസ്റ്റായിട്ട് വരും എന്ന് പറയുവാണ്. അപ്പോൾ അലീന അത് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വൈജ അത് തട്ടിപ്പറിക്കുകയാണ് ചെയ്തത്. തട്ടിപ്പറിച്ചിട്ട് വൈജ തുറന്ന് നോക്കുമ്പോഴേക്കും 1,87,000 രൂപയോളം അലീനയുടെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ വൈജ പെട്ടെന്ന് അത് വായിച്ചിട്ട് ഷോക്കാവുകയാണ്. 1,87,000 രൂപയോ, അതെന്താ ഇവളുടെ അക്കൗണ്ടിൽ അത്രയും പൈസ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, 1,50,000 ഞാൻ കോമ്പൻസേഷൻ കൊടുത്തതാണ്, ബാക്കി 30,000 ഇവളെ കാണാൻ വേണ്ടി മാമച്ചനൊക്കെ അവിടെ നിന്ന് വന്നപ്പോൾ കൊടുത്തതാന്ന് പറയുവാണ്. അപ്പോൾ വൈജിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. വൈജി ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ കോമ്പൻസേഷനാണ് ഈ 1,00,000 ഇത്ര രൂപയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആശുപത്രി കിടന്നതിൻ്റെ പൈസ. അപ്പോൾ വൈദ്യ ചോദിക്കുന്നത്, ആ പൈസ അവൾ ഇങ്ങോട്ടല്ലേ തരണ്ടേ, നമ്മൾ അങ്ങോട്ടല്ലല്ലോ കൊടുക്കണ്ടേന്ന് പറയുവാണ്.
അപ്പോൾ അലീന ഇത് കേട്ട് ശരിക്കും ഷോക്കായി നിൽക്കുവാണ്. അലീനയ്ക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ബാലേന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒരിക്കൽ നിനക്ക് മനസ്സിലാവും ഇത് എന്തിൻ്റെ കോമ്പൻസേഷൻ ആണെന്ന്. അപ്പോൾ വരവ് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അകത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പോൾ കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് പറയുവാണ് ബാങ്കിൻ്റെ പാസ്ബുക്ക്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ കത്തിച്ചാലും ബാങ്കിലെ പൈസ ഇല്ലാതാവാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോവാണ്. വൈജ ഭയങ്കര ദേഷ്യത്തിലാണ്. ഈ പൈസ എങ്ങനെ വന്നത് എങ്ങനെയെങ്കിലും വൈജയ്ക്ക് അറിയണം. വൈജ നേരെ അലീനയുടെ അടുത്തേക്ക് പോവാണ്. അലീന ഈ സംഭവം നടന്നപ്പോഴേക്കും പതിയെ നടന്ന അടുക്കളയിലേക്ക് പോയി ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വൈജ നേരെ അലീനയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ബുക്ക് അവളുടെ നേരെ എറിഞ്ഞു കൊടുത്തിട്ട് പറയുവാണ് കൊണ്ടുപോയി തിന്നടീന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അലീന അതെടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല മാഡം, പാവങ്ങൾക്ക് സഹായം ആവശ്യമുള്ളവർക്ക് ഞാനിത് കൊടുക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട് നീ ഇതുപോലെ വലിയ പൈസക്കാരെയൊക്കെ കയ്യും കലാശം കാണിച്ച് മയക്കി എടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് പിന്നെ അത് പാവങ്ങൾക്ക് ദാനം ചെയ്യുന്ന ഭയങ്കര പുണ്യവതിയാണല്ലോ നീ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ അലീന ഒന്നും പറയുന്നില്ല. വൈജ ഇങ്ങനെ ദേഷ്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. നിനക്ക് എന്തിനാടി ബാലേന്ദ്രൻ ഈ പൈസ തന്നേന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് സാറ് പറഞ്ഞില്ലേ കോമ്പൻസേഷൻ ആണെന്ന് പറയുവാണ്. അപ്പം നീ തന്നെത്താനെ കർട്ടൻ്റെ ഇടാൻ വേണ്ടി അവിടെ വലിഞ്ഞേറി നീ സ്വയം കത്രിക കുത്തി താഴെ വീടിന് ബാലേന്ദ്രൻ എന്ത് കോമ്പൻസേഷൻ തരാനാണ്? അങ്ങനെ ബാലേന്ദ്രൻ എന്തെങ്കിലും തന്നാൽ നീ ഇങ്ങനെ വാങ്ങാനിരിക്കുവാണോ എന്ന് ഇവിടെ വൈജ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജ നടന്നു പോവുകയാണ് തിരികെ. അപ്പം നമ്മുടെ അലീന ഇതെല്ലാം കേട്ടും എടുത്തിട്ട് വൈജയന്തി മാഡം എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ വൈജ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് കത്രിക വയറ്റിൽ കുത്തി കയറ്റിയില്ലേ, അപ്പം മാഡം പറഞ്ഞില്ലേ വട്ടാണെന്ന്. വട്ട് എനിക്കല്ല, വട്ട് മാഡത്തിൻ്റെ മകനാണെന്ന് പറയുവാണ്. അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് മകൻ കാരണമാണ് ഞാൻ ഇങ്ങനെ വയറ്റിൽ കത്രിക കുത്തി കയറ്റേണ്ടി വന്നതെന്ന് പറയുമ്പോഴേക്കും അലീനയോട് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് ഓ പച്ചക്കള്ളം, ഈ പച്ചക്കള്ളം പറഞ്ഞാണോ നീ നമ്മുടെ ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന അതെ അങ്ങനെ വേണമെങ്കിൽ വിശ്വസിച്ചോന്ന് ഇങ്ങനെ പറയുവാണ്. വൈജയന്തിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വൈജയന്തി പറയടി എന്ന് പറഞ്ഞ അലീനയോട് സത്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് അതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വൈജ ആകെ ഷോക്കായിട്ട് അതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. മകൻ എന്ന് പഠിക്കാൻ പോകണമെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് പോയിട്ട് 10 മിനിറ്റ് വന്ന കാര്യം എല്ലാം ഹരിയുടെയും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അലീന ഒന്നും വിടാതെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുവാണ് ഇത് പച്ചക്കള്ളാണെന്ന് പറയുവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, പച്ചക്കള്ളായിട്ട് മേഡം വിചാരിച്ചോന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കേട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ് വൈജയന്തി. പിന്നെ കാണിക്കുന്ന അടുത്ത സീനിൽ അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അവിടെ ബഹളം എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് അതൊരു കോമ്പൻസേഷൻ ആണെന്ന്. അപ്പോൾ മുത്തശ്ശി കോമ്പൻസേഷൻ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് അതൊരു കടമാണെന്ന് പറയുവാണ്. അപ്പോൾ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട് എന്ത് കടം നിനക്കറിയാമെങ്കിൽ പറ കൊച്ചേന്ന് പറയുവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് അന്ന് എൻ്റെ വയറ്റിൽ കത്രിക കുത്തി കയറ്റിയില്ലേ അതെങ്ങനെയാണെന്ന് പറഞ്ഞ് ആ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മുത്തശ്ശിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അലീന പറയുന്നുണ്ട് ഇവിടെ മറ്റുള്ളവരൊക്കെ എന്നോട് ചെയ്യുന്ന തെറ്റിന് ചീത്ത കേൾക്കുന്ന ഞാനാണ്, ഇവിടുത്തെ ജീവിതം അടുത്ത് തുടങ്ങി, എനിക്ക് ഇവിടുന്ന് പോകണം എന്നൊക്കെ അലീന ഇങ്ങനെ പറയുവാണേ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുവാണ് ഈ കിളവി ഇതൊന്നും അറിഞ്ഞില്ലല്ലോ മോള് ക്ഷമിക്കുന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴും അലീന പറയുന്നുണ്ട് ഇപ്പോൾ സാർ എനിക്ക് കോമ്പൻസേഷൻ തന്നത് മുത്തശ്ശിയും സംശയിച്ചില്ലേ, എല്ലാവരും ഇതുപോലെ സംശയിക്കുമല്ലേ എന്നെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് അറിയാത്ത കൊണ്ടല്ലേ എന്ന് പറയുവാണ്. അലീന ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത്, എനിക്ക് വേണ്ടി നിൽക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് അലീനനെ കൈപ്പിടിച്ചിരുത്തി ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് വൈജയന്തി നമ്മുടെ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. രോഹിത്തിൻ്റെ റൂം തുറക്കുമ്പോൾ രോഹിത്ത് ബെഡിൽ കിടന്ന് ഫോണിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട് അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജയന്തി ശരിക്കും ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും സംസാരിക്കുന്നില്ല, നേരെ രോഹിത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്തിന് ആ പന്തികേട് മനസ്സിലാവുന്നുണ്ട്. രോഹിത്തിന് മനസ്സിലായ കാര്യം. രോഹിത്ത് പതിയെ എഴുന്നേറ്റ് തുടങ്ങി. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്ന് എന്താ സംഭവിച്ചത്, നിങ്ങൾ ഇങ്ങനെ മയക്കുമരുന്ന് കലക്കി അലീനെ വയറ്റിൽ കത്രിക കുത്തിക്കയറ്റത് നീ കാരണമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വരുമ്പോഴേക്കും എപ്പിസോഡ് ഇങ്ങനെ അവസാനിക്കുകയാണ്.